ഹിന്ദി അറിയാത്തതുകൊണ്ട് കോഴിക്കോട് നിന്നും ആലപ്പുഴയിൽ നിന്നുള്ള 2 മെമ്പേഴ്സ് ഇവിടെ ജമാൽ മാഷും അഫ്രാമും കൂടിയിട്ട് കഴിക്കുന്ന ഫുഡിൻ്റെ എമൗണ്ട് എത്രയെന്ന് ഇവിടെ ചോദിക്കുക. എന്നിട്ട് അപ്പുറത്തെ കടയിൽ പോയി ചേച്ചിയോട് ഇംഗ്ലീഷിൽ അത് ടൈപ്പ് ചെയ്ത് തരാൻ പറയുക. അങ്ങനെ പ്രഗത്ഭമായ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ബാക്കിലാണ് നിൽക്കുന്നത്. കാരണം ഞാൻ എൻ്റെ പിന്നാലെ പോലെ എനിക്ക് ഹിന്ദി തീരെ അറിയൂടാ. ഇനി ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഭാവിയിൽ ഞാൻ ചിലപ്പോൾ പഠിച്ചെന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് ഇവർ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഫുഡ് വന്നു. ഞാൻ മീനാണ് കഴിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, കേരളത്തിൽ ജനിച്ചുകൊണ്ടാവും ചോറില്ലാത്തൊരു പരിപാടിയില്ല. അബി ചപ്പാത്തി, ജമാൽ മാഷ് ചോറും ചോദിച്ചിട്ടുണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ ഈ പേരൊന്നും അറിയാത്ത ഏതാണ്ട് കറികളൊക്കെ ഉണ്ട്, പച്ചമുളകുണ്ട്. അങ്ങനെയാണ് ഫുഡും കാര്യങ്ങളും വരുന്നത്. ദാൽ നല്ല ദാലും കാര്യങ്ങളൊക്കെ ഒഴിച്ചു തന്നുണ്ട്. താങ്ക്സ്. അപ്പം എൻ്റെ ഫുഡ് സെറ്റായി. നോർത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും ഈ ഒരു പുകയ്ക്കുന്നൊരു സംഭവം എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ തട്ടുകടകളിലും, എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു സംഭവം കാണാം. ഒരു സുഗന്ധദ്രവ്യമാണത്. ഇതെങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. ലൈക്ക് ഒരു സ്റ്റിക്ക് പോലെ ഇരിക്കും. സ്റ്റിക്കിൽ നിന്ന് നല്ലൊരു മണം വരുന്നുണ്ട്. എല്ലാ ഷോപ്പുകളിലും ഈ കാണുന്ന ഒരു സ്റ്റിക്ക്